ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ചക്കപ്പഴവും കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടും ഇത് കഴിക്കാം. പിന്നെ 4 മണിക്കും കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ഒരു വട്ടയപ്പമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് വട്ടയപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഓടിപ്പോയി നോക്കാം എങ്ങനെയാണ്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 10-25 ചക്കച്ചോള എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതാണ് കേട്ടോ. ഇത് വരിക്കച്ചക്കയാണ്. അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ ഇതിന്. അപ്പം നമ്മുടെ ചക്കപ്പഴമൊക്കെ ഇവിടെ ചകിണിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാവേ. ഇതുപോലെ ഞാൻ അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കപ്പഴമൊക്കെ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. എന്നിട്ട് ജാറിലേക്ക് നമ്മുടെ ചക്കപ്പഴമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ ചക്കപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കപ്പഴം ആദ്യം നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഈ ചക്കയൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 1 കപ്പോളം തേങ്ങയുണ്ട്. ഒരു തേങ്ങയുടെ പാതിയാണ് കേട്ടോ ഞാനിവിടെ തിരുമ്മി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ തിരുമ്മിയതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറന്നേക്കരുതേ. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഒരു 3 കഷ്ണം ഏലക്കായാണ് കേട്ടോ. ഉണങ്ങിയ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുജീരകമാണ്. ഒരു 1/4 ടീസ്പൂണോളം ചെറുജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 സ്പൂൺ ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1 കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാത്രമാണ് കേട്ടോ. 1 കപ്പായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ആയിട്ടുള്ള പത്തിരിക്കൊക്കെ ആയിട്ടുള്ള പൊടിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. അപ്പം അതിവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാവേ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ശകലം ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ മിക്സ് ഒന്ന് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇത്രയും മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട. അത്യാവശ്യം ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമുക്ക്. ഇതുപോലെ ഈ ചക്കപ്പഴത്തിന് അത്യാവശ്യം നല്ല കളറുള്ളതുകൊണ്ട് മാവ് അരഞ്ഞു വന്നപ്പോഴും നന്നായിട്ട് നമുക്ക് കളറുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി കളറില്ലാത്ത ചക്കച്ചോളയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഈ മധുരം ഒന്ന് ബാലൻസായി വരാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ചേർത്ത് കൊടുക്കണമെന്നുള്ളവർ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ മാവ് അരച്ച് വെച്ച് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്തില്ല ഈസ്റ്റ് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. നമുക്ക് ഇത് അരച്ച് വെച്ചതിന് ശേഷം അപ്പം തന്നെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയായിട്ടുള്ള വട്ടയപ്പം കിട്ടുന്നതായിരിക്കും. ഇനി ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഈസ്റ്റും ചേർത്ത് 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മാവൊന്ന് കോരി ഒഴിച്ച് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ചക്കച്ചോളയാണ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഈ ചക്കപ്പഴമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് കുനുകുനോന്ന് അരിഞ്ഞത് ഒരു ശകലമായിട്ട്
ഈ പ്ലേറ്റിലേക്ക് മാവ് കോരി ഒഴിച്ചതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഡലി പാത്രമാണ് കേട്ടോ. നമുക്കതാ ഇതുപോലെ ഇതൊന്ന് എടുത്തു കൊടുക്കാവേ. ഇതുപോലെ ഇതൊന്ന് തുറന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് വെന്ത് വരട്ടെ. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ വട്ടയപ്പം റെഡിയാണ്. ഞാനിവിടെ കാണിച്ചു തന്നത് ജാതിപത്രിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് ഇത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ അടുപ്പും പാതകത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ഉണക്കിയെടുക്കുന്നത്. അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കപ്പഴം കൊണ്ടുള്ള വട്ടയപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതാ നമ്മൾ വെന്തോന്നൊന്ന് ഒരു ടൂത്ത് പിക്കും കൊണ്ട് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് എടുത്ത് തണുത്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. തണുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഒരു സ്പൂണും കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിത് അരിപ്പൊടിയും കൊണ്ടാണ് തയ്യാറാക്കിയത്. അപ്പോൾ നമുക്കിനി പച്ചരിയും കൊണ്ട് വേണമെങ്കിൽ ഇത് അരച്ച് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കപ്പഴം കൊണ്ടുള്ള വട്ടയപ്പം ഇത് കണ്ടോ, നല്ലതാണ് കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ കഴിക്കാനും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് ഓടിപ്പോയി ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള വട്ടയപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ചക്കപ്പഴം ഒന്നും കിട്ടത്തില്ല. കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു.